കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി അമിത് ഒറാങ് പിടിയിൽ. തൃശൂർ മാളയ്ക്ക് സമീപം മേലാടൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് അദ്ദേഹത്തെ പിടികൂടിയത്. ഫോൺ ഉപയോഗമാണ് പ്രതിയെ കുടുക്കിയത്. വിജയകുമാറിനെയും ഭാര്യയെയും കൊല ചെയ്യാൻ കാരണം വൈരാഗ്യമാണ് എന്നാണ് പ്രതി നൽകിയ മൊഴി. അമിത് 11 ഫോണുകൾ ഉപയോഗിച്ചുവെന്നും കൊലപാതകം ആസൂത്രിതമാണെന്നും പോലീസ് പറയുന്നു. കോട്ടയത്തെത്തിച്ച് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ദമ്പതികളുടെ മകന്റെ മരണവുമായി ഇരട്ടക്കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ CBI സംഘം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. ജോസി ബാബു വിവരണവുമായി കോട്ടയത്ത്. ജോസി, ഈ ദമ്പതികളുടെ മകന്റെ മരണം CBI അന്വേഷിക്കുന്നതിനിടെയാണ് ഇവർ കൊല്ലപ്പെടുന്നത്. ഇതൊരു സംയുക്താന്വേഷണമായി മാറുമോ? തീർച്ചയായും അജിംസ്, സമാന്തരമായി CBIയുടെ അന്വേഷണവും ഈ കേസിൽ നടക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI ഗൗരവതരത്തിൽ ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ അവിടെ എത്തി വിവരങ്ങൾ തേടിയതും ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. എന്തായാലും പ്രതിയെ CBI സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് പ്രതിയായ അമിത് ഒറാങ് എന്ന ആസം സ്വദേശിയെ തൃശ്ശൂരിലെ മാളയ്ക്ക് സമീപത്തു നിന്നും പോലീസ് പിടികൂടുന്നത്. ഇയാളുടെ സഹോദരൻ അവിടെ ജോലി ചെയ്യുന്നൊരു കോഴി ഫാമിനോട് ചേർന്ന് ഉള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ നിന്നുമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളെ കോട്ടയത്തേക്ക് കൊണ്ടുവരികയാണ്. പെരുമ്പാവൂർ പിന്നിട്ടിട്ടുണ്ട്. 1.5 മണിക്കൂർ അപ്പുറം കോട്ടയത്ത് എത്തിച്ച് ഇവിടെ വിശദമായ ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രതി ഫോൺ ഉപയോഗിക്കാത്തത് വലിയ രീതിയിൽ പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പ്രതിക്ക് 11ഓളം മൊബൈൽ ഫോണുകളുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ സിം കണക്ഷനുകളുണ്ട് എന്നത് ആദ്യഘട്ടത്തിൽ പോലീസിനെ വെട്ടിലാക്കിയിരുന്നു. പ്രതി ആദ്യം മൊബൈൽ ഫോൺ കേസിൽ അറസ്റ്റിലായതിനു ശേഷം പിന്നീട് കൂടുതൽ ഫോണുകൾ ഉപയോഗിക്കാത്തത് പോലീസ് അന്വേഷണത്തിനെ വലച്ചിരുന്നു. അതേസമയം തന്നെ ഈ പ്രതിയായ അമിത് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും അതോടൊപ്പം ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകളും കഴിഞ്ഞ ദിവസം മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ മോഷ്ടിച്ച മൊബൈൽ ഫോണുകളിൽ നിന്നും ഗൂഗിൾ അക്കൗണ്ട് വഴി തന്റെ കോണ്ടാക്റ്റുകൾ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമമാണ് പ്രതിയെ കുടുക്കിയത്. കൂടാതെ ഈ പ്രതി ഇയാളുടെ ഫോണിൽ നിന്നും സുഹൃത്തായ ഒരാളെ ബന്ധപ്പെട്ടതും പോലീസിന് ഇയാളുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സഹായകരമായി. പ്രതി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പ്രതി പ്രധാനമായും പറയുന്നത് ഇയാളെ മൊബൈൽ മോഷണ കേസിൽ അറസ്റ്റിലാക്കിയതിന്റെ പക ഇയാൾക്ക് വിജയകുമാറിനോടും ഭാര്യ മീരയോടുമുണ്ട്. താൻ ദീർഘനാൾ ജയിലിൽ കിടന്നു. ആ സമയത്ത് തന്റെ പെൺ സുഹൃത്ത് തന്നെ ഉപേക്ഷിച്ചു പോയി. ഇതിനൊക്കെ കാരണം വിജയകുമാറും ഈ മീരയും നൽകിയ പരാതിയാണ്. അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പ്രതി കൊലപാതകം നടത്തിയെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഇയാൾ കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷന് സമീപം ബിനോ ലോഡ്ജ് എന്ന ലോഡ്ജിൽ കഴിഞ്ഞ് ശനിയാഴ്ച എത്തി. പല ദിവസങ്ങളായി തിരുവാതുക്കൽ വീടിന് സമീപം എത്തി ഈ വിവരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളൊക്കെയും പരിശോധിച്ചു വരികയായിരുന്നു. പിന്നീട് കൃത്യമായ സമയം കണ്ടെത്തി ഇയാൾ കൊലപാതകം നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 19-ാം തീയതി ലോഡ്ജിലെത്തിയ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയിരുന്നു. പിന്നീട് കൃത്യം നടത്തുന്ന തിങ്കളാഴ്ച രാവിലെ ഇയാൾ പുറത്തു പോയതാണ്. അതിനുശേഷം പിന്നീട് ഈ കൃത്യം നിർവഹിച്ച ശേഷമാണ് തിരികെ എത്തി ഇയാൾ മടങ്ങിയതെന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അതിന്റെ പ്രതികരണം നമ്മൾ ലോഡ്ജ് ജീവനക്കാരിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെ പ്രതി നടത്തിയ കുറ്റകൃത്യം എന്നത് പോലീസിനെ ഏറെ വലച്ചിരുന്നു. അത് പ്രതി പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് അസമിൽ നിന്നാണ് ആദ്യം ഇയാളെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ അറസ്റ്റ് ചെയ്തത്. അന്ന് ഇയാൾ ഒരു ഗോത്ര സമുദായ അംഗമാണ്. അവിടെ ഇയാളുടെ പ്രദേശത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ടായിരുന്നു. അന്ന് തന്ത്രപൂർവ്വം ഈ കേസിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് മൊബൈൽ മാത്രം മതി, താങ്കൾ കേസിൽ കൊടുക്കില്ല എന്ന് പോലീസ് തന്ത്രപൂർവ്വം അനുനയിപ്പിച്ചാണ് ഇയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തിയത്. അതേസമയം തന്നെ ഇയാൾക്ക് പോലീസിന് ഇയാളുടെ സ്ഥലവും അതോടൊപ്പം തന്നെ വീടും മറ്റ് പരിസര പ്രദേശങ്ങളും ബന്ധുക്കളെയും ഒക്കെയും അറിയാവുന്നതിനാൽ ഇയാൾ അസമിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ സാധ്യതയും പോലീസ് കൈവിട്ടില്ല. അസമിലേക്ക് ഒരു സംഘം പോയി, അതോടൊപ്പം ബംഗളൂരുവിലേക്ക് ഒരു സംഘം പോയി, കൊച്ചിയിലും അതോടൊപ്പം ഇയാൾ മുമ്പ് ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും അന്വേഷണ സംഘ അംഗങ്ങൾ പോയിരുന്നു. ഗാന്ധിനഗർ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് തൃശ്ശൂരിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഇയാളെ കോട്ടയത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. മെഡിക്കൽ പരിശോധന അടക്കമുള്ളവ പൂർത്തിയാക്കും. പിന്നീട് തെളിവെടുപ്പ് നടത്തും. തെളിവെടുപ്പിൽ പല കാര്യങ്ങളും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ ഇയാൾ മഴ ഉപയോഗിച്ചത്, അതോടൊപ്പം CCTV ഹാർഡ് ഡിസ്ക് എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങളും പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. കൃത്യമായും തനിക്കുണ്ടായ ശത്രുതയാണ്, അല്ലെങ്കിൽ തനിക്ക് വിജയകുമാറിനോടും ഭാര്യ മീരയോടുമുണ്ടായ പകയാണ് ഈ കൊലപാതകം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ്
ഇയാൾ പറയുന്നത്. കേവലം 25 വയസ്സ് മാത്രമാണ് പ്രതി അമിത് ഒറാങ്ങിന് പ്രായം. ഇയാൾ മൊബൈൽ ഉപയോഗത്തിൽ ഏറെ വൈദഗ്ധ്യമുള്ള ആളാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ മൊബൈൽ അക്കൗണ്ടുകൾ വഴിയും മൊബൈലിൽ നിന്ന് പണം തട്ടുന്നതിനടക്കമുള്ള രീതികൾ ഇയാൾക്കറിയാം. ആ രീതിയിലാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ വിജയകുമാറിന്റെ വിലപിടിപ്പുള്ള ഫോൺ തട്ടിയെടുത്ത് 90,000 രൂപയോളം തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ആ കേസിലാണ് നേരത്തെ സെപ്റ്റംബർ മാസത്തിൽ ഇയാൾ അറസ്റ്റിലായത്. ഇയാൾ അറസ്റ്റിലായി കഴിഞ്ഞ ഈ ഏപ്രിൽ 4-ാം തീയതിയാണ് ഇയാൾ പുറത്തിറങ്ങിയത്. ഇയാൾക്ക് പുറത്തിറങ്ങാൻ ജാമ്യം നിന്നവരെ അടക്കം പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇയാൾ പിടിയിലായിരുന്നില്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ഈ ജാമ്യം നിന്ന ആളുകളെ പ്രതി ചേർക്കാനുള്ള സാധ്യതയും പോലീസ് തേടിയിരുന്നു. എന്തായാലും പോലീസിനേറെ അഭിമാനകരമായ നിമിഷമാണ്. കാരണം കൃത്യം നടത്തിയ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോട്ടയം വെസ്റ്റ് ഈസ്റ്റ് SHOമാരും അതോടൊപ്പം ഗാന്ധിനഗർ SHOയുടെയൊക്കെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. പല ടീമുകൾ പോലീസ് സംഘം വിവിധ ഇടങ്ങളിലേക്ക് തിരിച്ചു. ഏറ്റവും ഒടുവിൽ പ്രതിയെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നു. പ്രതിയെ പിടികൂടാൻ വൈകുന്നത് വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. കാരണം പ്രതി ആരാണെന്നും പ്രതി കൃത്യനിർവഹണം നടത്തിയത് ആരാണെന്നും ഒക്കെയും ആദ്യം തന്നെ വ്യക്തമായിട്ടും പ്രതിയുടെ അറസ്റ്റ് വൈകുന്നതിൽ ചില ആശങ്കകൾ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ആശങ്കകൾക്കൊക്കെ ഇപ്പോൾ അടിസ്ഥാനമില്ലാതായിരിക്കുന്നു. പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം എന്തിനാണ് ഈ കുറ്റകൃത്യം നടത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ തേടും. കൂടുതൽ ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. ഇയാളുടെ സഹോദരൻ മാളയിലാണ് ജോലി ചെയ്യുന്നത്. അവിടേക്കാണ് ഇയാൾ എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. സഹോദരൻ ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. നേരത്തെ ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും മീരയുടെയും വീട്ടിൽ ഇയാളുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ജോലിക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ഇയാളുടെ ഭാര്യയല്ല, ലീഗലി ഇവർ വിവാഹം കഴിച്ചിട്ടില്ല, ഇയാളുടെ ഒരു പെൺസുഹൃത്ത് മാത്രമായിരുന്നു. ഈ പെൺസുഹൃത്തുമായി ഇയാൾ തെറ്റി. പ്രധാനമായും ഇയാൾ അറസ്റ്റിലായതിന് പിന്നാലെ പെൺസുഹൃത്ത് ആ ബന്ധം ഉപേക്ഷിച്ചു പോയി. അതൊക്കെയാണ് ഈ പകയ്ക്ക് കാരണം. കൂടാതെ മാസങ്ങളോളം ഇയാൾക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഇതൊക്കെയാണ് ഇയാളുടെ പകയ്ക്ക് കാരണം.